ഗൈസ്, എനിക്ക് ഒരാളെ ഭയങ്കര സ്വീറ്റ് ആയിട്ട് ഉപദേശിക്കണം. പക്ഷേ ഞാൻ എങ്ങനെ പറഞ്ഞാലും അത് ഭയങ്കര ഹാർഡായി പോകും. ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം, ആ സ്ത്രീ അവള് പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചോടെ വെച്ചിട്ടുണ്ട്. ഇവൻ ബുദ്ധിമാനാണോ അല്ല ബുദ്ധിരാക്ഷസനാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നേ. ആ കൺഫ്യൂഷൻ മാറി കിട്ടി. ഒരു മണ്ടത്തരമല്ലേ മാരാരുടെ മണ്ടയിൽ ബാക്കിയുള്ളതെല്ലാം തള്ളുകളല്ലേ. ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം, ആ സ്ത്രീ അവള് പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചോടെ വെച്ചിട്ടുണ്ട്. എന്റെ ഒരു അമ്മായി, അതെ പൂർണ്ണ ഗർഭിണി എന്ന് കേക്ക്. പൂർണ്ണ ഗർഭിണി നെല്ല് കുത്തിക്കൊണ്ടിരുന്നപ്പോഴാ പ്രസവവേദന വന്നത്. ആ ഒലയ്ക്ക് അങ്ങോട്ടൊന്ന് ചാരി വെച്ചിട്ട് അപ്പുറത്തെ മുറി പോയി കുഞ്ഞിനെ പെറ്റിട്ടിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ട് അമ്മായി ഒരൊറ്റ ചോദ്യ, എന്താണ് ആ ബാക്കി നെല്ലും കൂടെ ഞാൻ കുത്തണോന്ന്. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഒന്നുകൂടി പറഞ്ഞു. ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ നിസ്സാരം 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 നമ്മളെ കൊണ്ട് പറ്റും ഒന്നുകൂടെ നിസ്സാരം നിസ്സാരം. ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറെ രക്ഷകർത്താക്കളെ ഇതിങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതോടുകൂടി ആദ്യ കയറി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ തന്നെ എനിക്കെന്തോ മാരക രോഗമാണെന്ന് ഒരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് പ്രസവിക്കുകയും കുട്ടികളെ വളർത്തുകയും ചെയ്യുന്നതിന്റെ പേരിലാണ് നമ്മളിൽ പലരും വീട്ടമ്മ എന്ന ലേബലിൽ കുടുംബത്തിനുള്ളിൽ തളച്ചിടുന്നത്. ഈ ലോകം നിലനിൽക്കുന്നതിന് നമ്മൾ സ്ത്രീകൾ ചെയ്തു കൊടുക്കുന്ന ഒരു ഔദാര്യം മാത്രമാണ് പ്രസവമെന്ന് പുരുഷന്മാർ മനസ്സിലാക്കണം. എന്തൊരു അമ്മായി, പൂർണ്ണ ഗർഭിണി നെല്ല് കുത്തിക്കൊണ്ടിരുന്നപ്പോഴാ പ്രസവവേദന വന്നത്. ആ ഒലയ്ക്ക് അങ്ങോട്ടൊന്ന് ചാരി വെച്ചിട്ട് അപ്പുറത്തെ മുറി പോയി കുഞ്ഞിനെ പെറ്റിട്ടിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ട് അമ്മായി ഒരൊറ്റ ചോദ്യ, എന്താണ് ആ ബാക്കി നെല്ലും കൂടെ ഞാൻ കുത്തണോന്ന്. എന്താ മക്കളെ ചാടിച്ചാടി എൻജോയ് ചെയ്താ കേട്ടോ. ആ ശരി. ഇത്രയും ആധികാരികമായിട്ട് സ്ത്രീകളുടെ പ്രസവത്തെ പറ്റി സംസാരിക്കണം, അത് ഇത്രയും എൻജോയബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണെന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് അതിൽ വേണമല്ലോ. അങ്ങനെയാണല്ലോ സാധാരണ. അപ്പൊ അഖിൽമാരാർക്ക് ഇങ്ങനെ എൻജോയ് ചെയ്ത് പ്രസവിച്ച എന്ത് എക്സ്പീരിയൻസ് ആണ് ഉള്ളത് എന്നൊന്നും എനിക്ക് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, അഖിൽമാരാർക്ക് 2 മക്കളാണുള്ളത്. അപ്പോ ഭാര്യയാണ് പ്രസവിച്ചത് എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ആ പ്രസവങ്ങൾ നടന്നത്, ഈ 2 പ്രസവങ്ങളും നടന്നത് വീട്ടിലായിരുന്നോ അതോ ആശുപത്രിയിലായിരുന്നോ? ഇനി മൂന്നാമത്തെ ചോദ്യം, ആശുപത്രിയിലാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ എൻജോയ്മെന്റ് അഖിൽമാരാർ പറഞ്ഞ പ്രകാരം വളരെ എൻജോയബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടൊരു പ്രോസസ്സാണ് പ്രസവം. അപ്പോൾ ആശുപത്രിക്കാരാണ് ഇതൊക്കെ പ്രശ്നത്തിൽ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഈ പറയുന്ന എൻജോയ്മെന്റ് സ്വന്തം ഭാര്യയ്ക്ക് നിഷേധിച്ചു? വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. അവർ എൻജോയ് ചെയ്ത് വീട്ടിൽ എവിടെയെങ്കിലും പ്രസവിക്കാമായിരുന്നല്ലോ. എന്തിനാണ് ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആശുപത്രിയിലേക്ക് അവരെ കൊണ്ടുപോയത്? ഇതാണ് എന്റെ മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം, ഏതൊക്കെയോ മുത്തശ്ശിയോ അമ്മമ്മയോ ആരൊക്കെയോ പ്രസവം കഴിഞ്ഞ് പോയി നെല്ല് കുത്തിയ കഥയൊക്കെ പറയുന്നത് കേട്ടു. അഖിൽമാരാരുടെ ഭാര്യ പ്രസവം കഴിഞ്ഞ് എത്ര ചാക്ക് നെല്ലാണ് കുത്തിയത് എന്നുകൂടി എനിക്ക് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ.